ഹലോ, ബിൽഡർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. അപ്പോൾ നമ്മൾ RRB NTPC റിവിഷൻ സീരീസിൻ്റെ അടുത്തൊരു പാർട്ടാണ്. എക്കണോമിക്സിലെ 50 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു റിവിഷൻ സീരീസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് നിങ്ങളുടെ കമൻറ്റ് ത്രൂ ഞാൻ അറിയുന്നുണ്ട്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. RRB SSC എക്സാംസിന് കമ്പൈൻ ആയിട്ട് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മാക്സിമം എക്സ്പ്ലനേഷൻസും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ തരാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ റിവിഷൻ സീരീസിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റിവിഷൻ സീരീസിന്റെ ബാക്കിയുള്ള പാർട്ടുകളെല്ലാം നമ്മൾ NTPC റിവിഷൻ സീരീസ് എന്ന് പറഞ്ഞ് നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് കാണാത്തവർക്കായിട്ട് ഞാനത് ഐക്കാർട്ടിൽ കൊടുക്കാം. അതിനകത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്ത റിവിഷൻ സീരീസിലുള്ള വീഡിയോസ് എല്ലാം കാണാൻ പറ്റും. അതല്ലാണ്ട് നമ്മുടെ ചാനലിലെ വീഡിയോസ് എല്ലാം കണ്ടു നോക്കുക. കാണുന്ന വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ? RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? കൺട്രോളിംഗ് ഇൻഫ്ലേഷൻ ആൻഡ് റെഗുലേറ്റിംഗ് ദ ബാങ്കിങ് സിസ്റ്റം. ഇന്ത്യ ഒട്ടാകെ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള വിലക്കയറ്റം അല്ലെങ്കിൽ സാമ്പത്തിക എന്താ പറയാ മാന്ദ്യത എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. അതിനെ കൺട്രോൾ ചെയ്യുക, അതുപോലെ ഇന്ത്യയിൽ ഒട്ടാകെയുള്ള ബാങ്കിങ് സിസ്റ്റത്തിനെ റെഗുലേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBIയുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ആണ്. RBI എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ആണ്. RBIയുടെ കുറച്ച് ഇതാണ് മോണിറ്ററി പോളിസി. ഓക്കെ, RBI ആണ് മോണിറ്ററി പോളിസിക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അതുപോലെ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുക, ബാക്കിയുള്ള ബാങ്കുകളെ എല്ലാം റെഗുലേറ്റ് ചെയ്യുക, പിന്നെ കറൻസി ഇഷ്യൂ ചെയ്യുന്നത്, അതുപോലെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എൻഷുർ ചെയ്യണത്. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള ബാങ്കിങ് സിസ്റ്റത്തിന്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യണത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ RBI ആണ്. ഓക്കെ, അടുത്തത്. ഇപ്പൊ നമ്മൾ ഇവിടെ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും. എന്താണ് ഇൻഫ്ലേഷൻ? അടുത്ത ക്വസ്റ്റ്യൻ അതാണ്. വാട്ട് ഈസ് ഇൻഫ്ലേഷൻ? നമുക്ക് എല്ലാ സാധനങ്ങൾക്കും ജനറൽ ആയിട്ട് ഒരു പ്രൈസ് ലെവൽ ഉണ്ട് അല്ലെ. പെട്ടെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു ഇൻക്രീസ്, ഈ ഒരു പ്രൈസ് ലെവലിൽ നിന്നും ഒരു ഇൻക്രീസ് സംഭവിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് ഒരു ടൈം പീരീഡ് കാലത്തേക്ക് എന്താണ്, നമുക്ക് മണിയുടെ പവർ യൂസ് ചെയ്തിട്ട് പബ്ലിക്കിന് ഒന്നും തന്നെ ആ പ്രോഡക്ട്സ് ഒന്നും തന്നെ ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് പ്രോഡക്ട്സിന്റെ, ഏതൊരു പ്രോഡക്റ്റിന്റെ ആണെങ്കിലും സർവീസിന്റെ ആണെങ്കിലും പ്രൈസ് കൂടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത്, വാട്ട് ഈസ് GDP? GDP എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. എന്താണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ GDP എന്ന് പറയുന്നത്? ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിതിൻ എ കൺട്രി. അതായത് ഒരു രാജ്യത്തിന് അകത്ത് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിന്റെയും സർവീസസിന്റെയും ടോട്ടൽ മോണിറ്ററി വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? GDP എന്ന് പറയുന്നത്. അതായത് പ്രൊഡ്യൂസ് ചെയ്ത് വരുന്ന ഫൈനൽ ഔട്ട്പുട്ടിന്റെ ടോട്ടൽ വാല്യൂവിനെയാണ് നമ്മൾ GDP എന്ന് പറയുന്നത്. അത് വന്നിട്ട് ഒരു സ്പെസിഫിക് ടൈം പീരീഡ്, കൺട്രി ബോർഡറിനകത്ത്, നമ്മുടെ രാജ്യത്തിനകത്തുള്ള അതിന്റെ വിലേനെയാണ് നമ്മൾ GDP എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇൻഫ്ലേഷൻ, GDP, ഈ കാര്യങ്ങളൊക്കെ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് സെക്ടർ കോൺട്രിബ്യൂട്ട്സ് ദ മോസ്റ്റ് ടു ഇന്ത്യാസ് GDP? ഇന്ത്യയുടെ GDP, അതായത് ഇന്ത്യക്ക് അകത്തുള്ള പ്രോഡക്ട്സിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നടക്കുന്നത് സർവീസ് സെക്ടറിലാണ്. ഓക്കെ, സർവീസ് സെക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. IT ഫീൽഡ് ഉണ്ട്, ബാങ്കിങ് ഉണ്ട്, ഇൻഷുറൻസ്, ടെലികോം, ഇതൊക്കെയാണ് ഇന്ത്യയിലെ GDPയുടെ 50% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, IT ഫീൽഡിൽ നിന്ന്, അതുപോലെ ബാങ്കിങ്, ഇൻഷുറൻസ്, ടെലികോം, ഈ ഫീൽഡുകളിൽ നിന്നാണ് ഇന്ത്യയുടെ GDPയിലെ 50% നമുക്ക് കോൺട്രിബ്യൂഷൻസ് വരുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് നീതി ആയോഗ്? നീതി ആയോഗിന്റെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദിക്കുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഓക്കെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ
ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ് നീതി ആയോഗിന്റെ ഫുൾ ഫോം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. അത് എപ്പോഴാണ് ലോഞ്ച് ചെയ്തത്? 2015 നീതി ആയോഗ് ലോഞ്ച് ചെയ്തത്. എന്തിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് നീതി ആയോഗ് വന്നത്? പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തിട്ടാണ് നീതി ആയോഗ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ, നമുക്കൊരു പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്നു, അതിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ആര് വന്നത്? നീതി ആയോഗ് വന്നത്. ഓക്കെ, ഇതെന്താണ്? ഗവൺമെന്റിന്റെ തിങ്ക് ടാങ്ക്, ഗവൺമെന്റിന്റെ പോളിസി തിങ്ക് ടാങ്ക് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് നീതി ആയോഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫിസിക്കൽ ഡെഫിസിറ്റ്? ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാല് ടോട്ടൽ റവന്യൂവും ടോട്ടൽ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഡിഫറൻസ്. ഒരു ഗവൺമെന്റിന്റെ, ഒരു രാജ്യത്തിന്റെ ഗവൺമെന്റിന്റെ ടോട്ടൽ റവന്യൂവും ടോട്ടൽ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ്? നമ്മുടെ വരുമാനത്തിനേക്കാൾ കൂടുതൽ ചിലവ് അധികരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു രാജ്യത്തിന് ഫിസിക്കൽ ഡെഫിസിറ്റ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ആ ഗവൺമെന്റ് ബോറോവിങ്, കടം കൈക്കൊള്ളേണ്ട വരും എന്നാണ് അതിന് അർത്ഥം. ഫിസിക്കൽ ഡെഫിസിറ്റിലൂടെ പോവുകയാണെന്ന് പറഞ്ഞാൽ കടം വാങ്ങിക്കേണ്ടി വരുന്ന അവസ്ഥ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? അടുത്തത്, which organization releases the Human Development Index? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് HDI റിലീസ് ചെയ്യുന്നത് ഏത് ഓർഗനൈസേഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഓക്കെ, HDI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് എക്സ്പെക്ടൻസി, എഡ്യൂക്കേഷൻ, പെർ ക്യാപിറ്റ ഇൻകം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സർവേ ചെയ്തിട്ട് നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റിനെ ബേസ് ചെയ്തിട്ട് കൺട്രീസിനെ റാങ്ക് ചെയ്യുന്ന ഒരു സർവേ ആണ് ചെയ്യണത്. അത് ചെയ്യണത് ആരാണ്? യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. ലോകത്താകമാനമുള്ള രാജ്യങ്ങളിലെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ്. ഓക്കെ, ഇനി വാട്ട് ഈസ് റെപ്പോ റേറ്റ്? റെപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് RBI കടം കൊടുക്കുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റിലായിരിക്കും അല്ലെ ഷോർട്ട് ടേം ലോൺസ് കൊടുക്കുന്നുണ്ടാവുക. ആ റേറ്റിനെയാണ് റെപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു ഹയർ റെപ്പോ റേറ്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ബോറോയിങ് എക്സ്പെൻസീവ് ആയി മാറും. അത് എന്തിനെ കൺട്രോൾ ചെയ്യും? ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യും. ഓക്കെ, അപ്പൊ എന്തിനാണ് ഈ ഒരു റെപ്പോ റേറ്റ് അല്ലെങ്കിൽ ഈ ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിന് ലെൻഡ് ചെയ്യണത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫ്ലേഷനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ഈസ് എ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ? ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്കോണമിയിൽ, രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥയിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഗുഡ്സും സർവീസസും നമുക്ക് സപ്ലൈ ഉണ്ട്, നമ്മൾ ഗുഡ്സും സർവീസും സപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മുടെ സപ്ലൈ മതിയാവാതെ വരികയാണ്, അതിനേക്കാൾ കൂടുതൽ ആവശ്യം വരികയാണ്, നമ്മുടെ സപ്ലൈ ഇനഫ് അല്ലാതാവുകയും സപ്ലൈ ചെയ്യുന്നതിനേക്കാൾ ഡിമാൻഡ് ആ ഒരു സർവീസിന് അല്ലെങ്കിൽ പ്രോഡക്റ്റിന് ആവശ്യമായിട്ട് വരികയും ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ ആ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിനും ഗുഡ്സിനും ഒക്കെ എന്ത് സംഭവിക്കും? ഹയർ പ്രൈസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഡിമാൻഡ് കൂടുന്തോറും എന്ത് സംഭവിക്കും? അവിടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാനാണ് ചാൻസ് ഉള്ളത്. ഓക്കെ, അടുത്തത്, ഹൂ പ്രിപ്പയേഴ്സ് ദ യൂണിയൻ ബഡ്ജറ്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ യൂണിയൻ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. ഫിനാൻസ് മിനിസ്ട്രിയിലെ ആൾക്കാരാണ് യൂണിയൻ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. യൂണിയൻ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യണത് ആരാണ്? ഫിനാൻസ് മിനിസ്റ്റർ ആണ് അല്ലെ. വർഷത്തിൽ ഒരു തവണ, എപ്പോഴും എന്നാണ് ചെയ്യുക? ഫെബ്രുവരി 1-നാണ് എന്ത് ചെയ്യുക? യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുക. ഇന്ത്യയിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ആരാണ് യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്? നിർമ്മല സീതാരാമൻ മിനിസ്റ്റർ അല്ലെ, ഫിനാൻസ് മിനിസ്റ്റർ യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണ്? നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ എത്രത്തോളം എക്സ്പെൻഡിച്ചർ ഉണ്ടായി, ഇനി വരുന്ന വർഷങ്ങളിൽ എത്രത്തോളം എക്സ്പെൻഡിച്ചർ ആണ് പ്രതീക്ഷിക്കുന്നത്, അതിനുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് യൂണിയൻ ബഡ്ജറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, വാട്ട് ഡസ് FDI സ്റ്റാൻഡ് ഫോർ? FDI എന്ന് വെച്ചാൽ എന്താണ്? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ
ഫോറിൻ എൻറ്റൈറ്റീസ്, ഫോറിൻ പീപ്പിൾ അല്ലെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലെ ബിസിനസ്, ഇൻഫ്രാസ്ട്രക്ചർ, അസറ്റ്, അതായത് ഇവിടേക്ക് ക്യാപിറ്റലും അവരുടെ ഫോറിൻ ക്യാപിറ്റലും ഫോറിൻ ടെക്നോളജിയും ഇംപ്ലിമെന്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു രീതിനെയാണ് നമ്മൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്, what is the base year for GDP calculation in India? ഇന്ത്യയില് GDP കാൽക്കുലേഷന്റെ ബേസ് ഇയർ ആയിട്ട് നമ്മൾ എടുക്കുന്നത് 2011-12 ആണ്. അതായത് 2011-12 കമ്പയർ ചെയ്തിട്ടാണ് പിന്നീട് അങ്ങോട്ടേക്കുള്ള വർഷങ്ങളിലുള്ള GDP നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അക്കോർഡിംഗ് ടു 2011-12 അടുത്ത വർഷത്തെ കൂടുതലാണോ കുറവാണോ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏതാണ് GDPയുടെ ബേസ് ഇയർ ആയിട്ട് നമ്മൾ എടുക്കുന്നത് എന്ന് വെച്ചാൽ 2011-12 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടാക്സ് ഈസ് ഇമ്പോസ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ബട്ട് കളക്റ്റഡ് ബൈ സ്റ്റേറ്റ്സ്? അതായത് സെൻട്രൽ ഗവൺമെന്റിലേക്കുള്ള ഒരു ടാക്സ് ആണ്, പക്ഷെ അത് കളക്ട് ചെയ്യുന്നത് ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അതെന്താണ്? സ്റ്റാമ്പ് ഡ്യൂട്ടി ആണ്. ഓക്കെ, സ്റ്റാമ്പ് ഡ്യൂട്ടി എന്താണ്? ലീഗൽ ഡോക്യുമെന്റ്സ്, അതായത് നമ്മൾ ഏതൊരു ലീഗൽ ഡോക്യുമെന്റും നമ്മൾ സ്റ്റാമ്പ് പേപ്പർ യൂസ് ചെയ്തിട്ടാണ് അല്ലെ സൈൻ ചെയ്യുക. 10 രൂപയുടെ, 20 രൂപയുടെ, 50 രൂപയുടെ, 100 രൂപയുടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്തുണ്ട്, സ്റ്റാമ്പ് പേപ്പർ കിട്ടും. അപ്പൊ ആ ഒരു സ്റ്റാമ്പ് പേപ്പറിലെ ടാക്സ് സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇമ്പോസ് ചെയ്യണത്, പക്ഷെ ടാക്സ് കളക്ട് ചെയ്യണത് ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് കളക്ട് ചെയ്യണത്. ഓക്കെ, what does CRR refer to? ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞാല് ആർ ബി ഐയുമായിട്ട്, അതായത് ക്യാഷ് ബാങ്ക്, മിനിമം ക്യാഷ് ആണ് ബാങ്ക് ഹോൾഡ് ചെയ്ത് വെക്കേണ്ട മിനിമം ക്യാഷിനെയാണ് എന്ത് പറയുന്നത്? ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കിനും RBIയിൽ ഒരു അക്കൗണ്ട് ഉണ്ടാവും. ആ ഒരു അക്കൗണ്ടിൽ ഒരു മിനിമം ക്യാഷ് ബാലൻസ്, ഇപ്പൊ നമ്മുടെയൊക്കെ അക്കൗണ്ടിൽ അങ്ങനെ ഉണ്ട് അല്ലെ, സീറോ അക്കൗണ്ട് ഉണ്ട്, മിനിമം ബാലൻസ് അക്കൗണ്ട് ഉണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ആ ഒരു മിനിമം ബാലൻസ് എപ്പോഴും എൻഷുർ ചെയ്യണം എന്ന് പറയാറുണ്ട്. അതുപോലെ ഇന്ത്യയിലുള്ള കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെല്ലാം തന്നെ RBIയിൽ അക്കൗണ്ട് ഉള്ളതും ആ ഒരു അക്കൗണ്ടിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു മിനിമം ക്യാഷിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, what is the main objective of Make in India? Make in India നമ്മൾ ഒരുപാട് കേട്ടു അല്ലേ, ഒരുപാട് പരസ്യങ്ങളും കാര്യങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ട്. ആ ഒരു മേക്ക് ഇൻ ഇന്ത്യയുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ 2014 ലോഞ്ച് ചെയ്ത ഒരു ഇനീഷ്യേറ്റീവ് ആണ്. അതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് സെക്ടർ ബൂസ്റ്റ് ചെയ്യുക, അതായത് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക, എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുക, അതുപോലെ FDI ഇൻക്രീസ് ചെയ്യുക. ഇതൊക്കെയാണ് എന്തിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്? മേക്ക് ഇൻ ഇന്ത്യയുടെ മെയിൻ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. തൊഴിലവസരങ്ങൾ കൂട്ടുക, പ്രൊഡക്ഷൻ കൂട്ടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മേക്ക് ഇൻ ഇന്ത്യയുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആയിട്ട് അവർ പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡിസ്ക്യൂസ്ഡ് അൺഎംപ്ലോയ്മെന്റ്? ഡിസ്ക്യൂസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ when workers are employed but their productivity is low. അതായത് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ എന്താണ്, അവരുടെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഓക്കെ, അതായത് നമുക്ക് ഒരു ആൾക്കാരിപ്പം ഒരു ജോലിയിൽ അതായത് ഒരു ജോലിക്ക് ഇത്ര ആൾക്കാർ എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലായിടത്തും പറയാറുണ്ട് അല്ലെ. ഒരു ജോലിയിൽ ഇത്ര ആൾക്കാർ, അതായത് ഇത്രയും പ്രോഡക്റ്റ് ആണ് നമുക്ക് വേണ്ടത്, അത്രയും പ്രോഡക്റ്റ് ചെയ്യാൻ ആവശ്യം ഇത്രയും ആൾക്കാരാണ്. ഇപ്പൊ ഒരു 10 പ്രോഡക്റ്റിനായിട്ട് നമുക്ക് 5 ആൾക്കാരെയാണ് ആവശ്യം എന്ന് പറഞ്ഞാൽ അത് അവരുടെ റേഷ്യോ ആണ്. പക്ഷേ നമ്മളൊരു 10 പ്രോഡക്റ്റ് ചെയ്യാനായിട്ട് ഒരു 10 പേരെ അല്ലെങ്കിൽ 15 പേരെ അവിടെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്? ഈ 15 പേരെന്ന് പറഞ്ഞാൽ 2 പ്രോഡക്റ്റ് വെച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? 30 പ്രോഡക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് എത്ര പ്രോഡക്റ്റ് അവിടെ ആവശ്യമുള്ളൂ? 10 പ്രോഡക്റ്റിന്റെ ആവശ്യമുള്ളൂ. അങ്ങനെ വരുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്? ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ എന്താണ്, അവിടുത്തെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതായത് അവര് ആ ഒരു പ്രൊഡക്ഷനിലേക്ക് അവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കുറവ് അല്ലെങ്കിൽ ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് അഗ്രികൾച്ചറൽ സെക്ടറിലാണ്. ഓക്കെ, അപ്പം
കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പേര് അഗ്രികൾച്ചർ എന്നൊരു സെക്ടറിൽ ഇറങ്ങുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവർ ഈ വർക്ക് ചെയ്യുന്നതിന്റെ അത്രത്തോളം പ്രോഡക്ട്സ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അവിടെ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പൊ ആ ഒരു രീതിയിൽ പറയുന്നതിനെയാണ് ഡിസ്ഗ്യൂസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവും. കാരണം ഇവിടെ തന്നിരിക്കുന്ന ആൻസറിനേക്കാൾ കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, ഒരു ലെക്ചർ നോട്ട് പോലെ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. Which organization publishes the Economic Survey of India? ഇന്ത്യയുടെ എക്കണോമിക് സർവേ പബ്ലിഷ് ചെയ്യുന്നത് ആരാണ്? മിനിസ്ട്രി ഓഫ് ഫിനാൻസ് തന്നെയാണ് അല്ലെ. അത് ആനുവലി പബ്ലിഷ് ചെയ്യും. എപ്പോഴാണ്? യൂണിയൻ ബഡ്ജറ്റിന് മുന്നേ ആയിട്ട് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് എക്കണോമിക് സർവേ ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്? പബ്ലിഷ് ചെയ്യുന്നത്. അതിനകത്ത് എന്താണ് ഉണ്ടാവുക? നമ്മുടെ രാജ്യത്തിന്റെ കഴിഞ്ഞ വർഷത്തെ ഒരു എക്കണോമിക് പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളതും എന്താണ് പുതുതായിട്ട് നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന പോളിസീസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു എക്കണോമിക് സർവേയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലാർജസ്റ്റ് സോഴ്സ് ഓഫ് ടാക്സ് റവന്യൂ ഫോർ ദ ഇന്ത്യൻ ഗവൺമെന്റ്? ഇന്ത്യൻ ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ ടാക്സ് റവന്യൂ കിട്ടുന്നത് GST ത്രൂ ആണ്, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ത്രൂ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ എന്ത് കിട്ടുന്നത്? ടാക്സിൽ നിന്നുള്ള വരുമാനം കിട്ടുന്നത്. ഓക്കെ, അത് എന്തൊക്കെ? ഇപ്പം GST എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ GST എന്നൊരു കാര്യം വന്നിട്ട്. അത് എന്തിനേക്കെയാണ് റീപ്ലേസ് ചെയ്തത്? വാറ്റ്, സർവീസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഇപ്പൊ എന്താക്കിയിരിക്കുന്നത്? GST ആക്കിയിരിക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ 3 കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരുമിച്ച് വരുമ്പം അതിന്ന് കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് ആയിട്ടുള്ളൊരു സോഴ്സ് ആണ് അല്ലെ. അപ്പം ഇന്ത്യയിൽ ഇതെന്താണ്? സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും കൂടെ ഷെയർ ചെയ്തിട്ടാണ് GST എടുക്കുന്നത്. ഓക്കെ, അപ്പൊ GST നെ കുറിച്ചുള്ള ഡൗട്ട് കാര്യങ്ങൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആവും. എന്താണ് ഈ GST എന്നൊരു ഡൗട്ട് ഉണ്ടായിട്ടുണ്ടാവും. ആ ഡൗട്ട് എല്ലാം ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ പ്രൈമറി സെക്ടർ ഇൻക്ലൂഡ്? നമുക്കറിയാം എക്കണോമിയിൽ എന്തുണ്ട്? പ്രൈമറി സെക്ടർ ഉണ്ട്, സെക്കൻഡറി സെക്ടർ, അങ്ങനെയൊക്കെ ഉണ്ട് അല്ലെ. പ്രൈമറി സെക്ടറിൽ എന്താ ഉള്ളത്? അഗ്രികൾച്ചർ, ഫിഷിംഗ്, ഫോറസ്ട്രി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അതായത് നമ്മുടെ എക്കോണമിയിൽ നമ്മുടെ ഒരു സാമ്പത്തിക ഇതില് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഫസ്റ്റ് സ്റ്റേജ് ആണ് നാച്ചുറൽ റിസോഴ്സ് ബേസ്ഡ് ആക്ടിവിറ്റീസ്. അതായത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന, നാച്ചുറലി കിട്ടുന്ന റിസോഴ്സുമായി ബേസ് ചെയ്ത് കിടക്കുന്ന ആക്ടിവിറ്റീസിനെയൊക്കെയാണ് നമ്മൾ പ്രൈമറി സെക്ടറിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിൽ എന്തൊക്കെയാണ് പെട്ടിരിക്കുന്നത്? അഗ്രികൾച്ചർ, ഫിഷിംഗ്, ഫോറസ്ട്രി, മൈനിങ് ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, മൈനിങ് ഒക്കെ എന്താണ്? പ്രൈമറി സെക്ടറിൽ ഇൻക്ലൂഡഡ് ആണ്. അടുത്തത്, which is an example of a direct tax? ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾ ആണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഗവൺമെന്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്ന ടാക്സിനെയാണ് നമ്മൾ ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, അപ്പൊ GST എന്താണെന്ന്. നമ്മൾ GST ഡയറക്റ്റ് ഗവൺമെന്റിലേക്കാണോ കൊടുക്കുന്നത്? അല്ല, നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് നമ്മൾ എടുക്കുന്ന സമയത്ത് അതിന്റെ ആ ഒരു എമൗണ്ടിന്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് എന്ത് പോകുന്നത്? GST പോകുന്നത്. അത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ടാക്സ് ആണ്. നമ്മുടെ ഇടയിൽ ഒരു തേർഡ് പേഴ്സൺ നിന്നിട്ടാണ് ഗവൺമെന്റിലേക്ക് ആ ടാക്സുകൾ എത്തുന്നത്. പക്ഷെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ആള് ഗവൺമെന്റിലേക്ക് ഡയറക്റ്റ് കൊടുക്കുന്ന ടാക്സിനെയാണ് നമ്മൾ ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ് ഒക്കെയാണ് അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അതെന്താണ്? നമ്മുടെ ഏർണിങ്സ് എത്രയാണോ, ഒരു ഇൻഡിവിജ്വൽ പേഴ്സന്റെ ഏർണിങ്സ് എത്രയാണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഇൻകം ടാക്സിന്റെ എത്രയാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം വരുന്നത്. അപ്പൊ അതിലൊക്കെ ഇത്തവണത്തെ ബഡ്ജറ്റിൽ ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അതെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്തായാലും യൂണിയൻ ബഡ്ജറ്റിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്ലാസ് എന്തായാലും ചെയ്യുന്നതായിരിക്കും ട്ടോ. Which bank regulates monetary policy in India? ഇന്ത്യയിലെ monetary policy regulate ചെയ്യുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അല്ലെ. സെൻട്രൽ ബാങ്ക് ആണ് എന്താണ് monetary policyക്ക് ആരാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള? RBI ആണ്. monetary policy എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ് ഇതിനകത്ത്? ഇൻഫ്ലേഷൻ, മണി സപ്ലൈ, ഇൻട്രസ്റ്റ് റേറ്റ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആരാണ് കൺട്രോൾ ചെയ്യണത്? റിസർവ് ബാങ്ക് ആണ് കൺട്രോൾ ചെയ്യണത്. ഓക്കെ, അടുത്തത്,
What is the full form of GST? GST യുടെ full form നമ്മൾ നേരത്തെ നോക്കി, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ് GST പറയുന്നത്. അതെന്താണ്? ഒരു സിംഗിൾ ടാക്സ് ആണ് അല്ലെ. ഇന്ത്യയിൽ ഒട്ടാകെ ഗുഡ്സ് ആൻഡ് സർവീസസിനായിട്ട് ഒരു സിംഗിൾ ടാക്സ് ആണ്. വൺ നേഷൻ വൺ ടാക്സ് എന്നുള്ളൊരു മോട്ടീവ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തിട്ടാണ്. ഒരുപാട് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ടാക്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെയിൽസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, വാറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളെ എല്ലാം കമ്പൈൻ ചെയ്തിട്ട് ഒരു രാജ്യം ഒരു ടാക്സ് എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നതാണ് GST എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് ബോഡി കാൽക്കുലേറ്റ്സ് ഇന്ത്യസ് GDP? GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആരാണ്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ് ഇന്ത്യയിലെ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് ഏത് മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്നതാണെന്ന് അറിയോ? മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷന്റെ അണ്ടറിൽ വരുന്ന നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണത്? GDP കാൽക്കുലേറ്റ് ചെയ്യണത്. അത് നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിക് ഔട്ട്പുട്ട്, സാമ്പത്തിക എത്രത്തോളം സമ്പദ് വ്യവസ്ഥ നമ്മുടെ രാജ്യത്ത് അകത്തും പുറത്തും പോകുന്നുണ്ട് എന്നുള്ള രീതിയിൽ കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണത്? GDP കാൽക്കുലേറ്റ് ചെയ്യണത്. അടുത്തത്, what is balance of trade? Balance of trade എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതായത് കയറ്റുമതിയും ഇറക്കുമതിയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രേഡ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ രണ്ട് കാര്യങ്ങൾ നോക്കാനുണ്ട്. ട്രേഡ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പോർട്ട് കൂടുതലും ഇമ്പോർട്ട് കുറവുമാവുമ്പോൾ, ഓക്കെ, നമ്മൾ കയറ്റി അയക്കുന്നത് കൂടുതലാണ്, നമ്മൾ ഇങ്ങോട്ടേക്ക് ഇറക്കുന്നത് കുറവാണെന്ന് പറഞ്ഞാൽ ട്രേഡ് സർപ്ലസ് ആണ്. ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇമ്പോർട്ട് ചെയ്യണത് കൂടുതലും എക്സ്പോർട്ട് ചെയ്യണത് കുറവുമാവുന്നതാണ് ഡെഫിസിറ്റ്. ഓക്കെ, ഇന്ത്യ ഓഫൺ ഹാസ് എ ട്രേഡ് ഡെഫിസിറ്റ്. അതായത് ഇന്ത്യയിൽ എന്തുണ്ട്? ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട്. കാര്യം എന്താണ്? നമ്മൾ കൂടുതൽ ഗുഡ്സും പുറത്തു നിന്ന് ഇങ്ങോട്ടേക്ക് ഇറക്കുകയാണ്. ഓയിൽ, ഇലക്ട്രോണിക്സ് ഒക്കെ എന്താണ്? നമ്മൾ ഇവിടുന്ന് കയറ്റി അയക്കുന്നതിനേക്കാൾ കൂടുതൽ എന്താ ചെയ്യുന്നത്? പുറം രാജ്യങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യാണ് ചെയ്യണത്. സോ ഇന്ത്യയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ട്രേഡ് ഡെഫിസിറ്റ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണെന്നുള്ള ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. What does monetary policy regulate? Monetary policy എന്താണ് റെഗുലേറ്റ് ചെയ്യണത്? സപ്ലൈ ഓഫ് മണി ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, മോണിറ്ററി പോളിസി കൺട്രോൾ ചെയ്യണത് RBI ആണ്. എന്തിനായിട്ടാണ് മോണിറ്ററി പോളിസി കൊണ്ടുവരുന്നത്? മണി സപ്ലൈ, അതുപോലെ ഇൻഫ്ലേഷൻ, ഇൻട്രസ്റ്റ് റേറ്റ്, ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യാനായിട്ടാണ് മോണിറ്ററി പോളിസി കൊണ്ടുവരുന്നത്. ഓക്കെ, മോണിറ്ററി പോളിസിക്ക് അകത്തുള്ള ടൂൾസ് എന്ന് പറഞ്ഞാൽ റെപ്പോ റേറ്റ്, ഓക്കെ, റെപ്പോ റേറ്റ്, CRR, SLR, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? RBI മോണിറ്ററി പോളിസി റെഗുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ടാക്സ് സബ്സ്യൂംഡ്, ഒരു മിനിറ്റ്, which of the following is not a tax subsumed under the goods and service tax in India? അതായത് GSTയുടെ അണ്ടറിൽ വരാത്ത ടാക്സ് ആണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, GSTയിൽ വന്നിട്ട് എന്തൊക്കെയാ ഉള്ളത്? നേരത്തെ പറഞ്ഞ പോലെ സർവീസ് ടാക്സ്, അഡീഷണൽ കസ്റ്റംസ് ഡ്യൂട്ടി, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, ഇതൊക്കെയാണ് വാറ്റ്, ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്? GSTയിൽ വരുന്നത്. ഇൻകം ടാക്സ് എന്താണ്? അത് ഡയറക്റ്റ് ടാക്സ് ആയിട്ട് തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അത് എന്തിന്റെ അണ്ടറിൽ വരുന്നില്ല? GSTയുടെ അണ്ടറിൽ വരുന്നില്ല. ഓക്കെ, അടുത്തത്, according to Tobin-Skew theory of investment, a firm should invest when there is an increase in the price of output. ഓക്കെ, ടോബിൻ-സ്ക്യൂ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പ്രകാരം ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഫേം എപ്പോഴാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? നമ്മുടെ പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ ആ ഫേമിന്റെ ഔട്ട്പുട്ടിന്റെ പ്രൈസ് കൂടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം ആയിട്ട് നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏർണിങ്സ് അല്ലെങ്കിൽ റവന്യൂ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ ടോബിൻ-സ്ക്യൂ തിയറിയിൽ പറയുന്നത് എന്താണ്? ഒരു അസറ്റിന്റെ മാർക്കറ്റ് വാല്യൂ അതിന്റെ റീപ്ലേസ്മെന്റ് കോസ്റ്റിനേക്കാൾ കൂടുന്ന സമയത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഔട്ട്പുട്ടിന്റെ പ്രൈസ് ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ഫിമിന്റെ മാർക്കറ്റ് വാല്യൂ കൂടാനുള്ള സാധ്യത ഒരുപാടുണ്ട്. ഓക്കെ, അപ്പൊ മനസ്സിലായില്ലേ? ഇതൊരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ? നമ്മൾ എപ്പോഴും എവിടെയും ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എപ്പോഴാണ്? അതിന്റെ വാല്യൂ കൂടുതലാവുന്ന സമയത്ത്, മാർക്കറ്റിൽ അതിന്റെ വാല്യൂ കൂടുതലായിരിക്കുന്ന സമയത്ത് വേണം നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കേണ്ടത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അത്രയും മാത്രമേ ടോബിൻ-സ്ക്യൂ തിയറിയിൽ പറയുന്നുള്ളൂ. ഓക്കെ,
അടുത്തത് a systematic record of all economic transactions between residents of a country and the rest of the world in a year is known as balance of payment. അപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം മറ്റ് രാജ്യങ്ങളുമായിട്ട് ഒരു സ്പെസിഫിക് പീരീഡിൽ ട്രേഡ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, ക്യാപിറ്റൽ ഫ്ലോസ് ആയിക്കോട്ടെ, അങ്ങനെ എന്തും ആയിക്കോട്ടെ, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ, അതായത് രാജ്യം എന്ന് പറഞ്ഞാൽ രാജ്യം ഡയറക്റ്റ് ആയിട്ട് ചെയ്യണമെന്നല്ല, ഒരു രാജ്യത്തെ ആൾക്കാർ മറ്റൊരു രാജ്യത്തെ ആൾക്കാരുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു രാജ്യവുമായിട്ട് നടത്തുന്ന ആ ഒരു എക്കണോമിക് ട്രാൻസാക്ഷൻസിന്റെ സാമ്പത്തിക എന്താ പറയുക ട്രാൻസാക്ഷൻസിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു റെക്കോർഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പറയാറില്ലേ ഗൾഫ് മണി എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട് അല്ലെ, ഏറ്റവും കൂടുതൽ രാജ്യത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഗൾഫ് മണി പുറത്തു നിന്ന് വരുന്നത് ഗൾഫ് മണിയാണ്, ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ഒരു സംസ്ഥാനത്തേക്കാണ്. ഇതൊക്കെ എങ്ങനെയാണ്, ആ സംസ്ഥാന ഗവൺമെന്റിലേക്ക് അല്ല ഇത് കൊടുക്കുന്നത്, ആ രാജ്യത്ത് ആ സ്ഥലത്തുള്ള അല്ലെങ്കിൽ ആ സംസ്ഥാനത്തുള്ള ആൾക്കാർ ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളിൽ നിന്നും ഉറപ്പായിട്ടും ആ സംസ്ഥാനത്ത് അവരുടെ വീടുകളിലേക്കായിരിക്കും ഈ ഒരു പൈസയൊക്കെ വരുന്നത്. അപ്പൊ അതിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയുക, ഏറ്റവും കൂടുതൽ പൈസ വരുന്ന രാജ്യവും സംസ്ഥാനവും ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ആ ഒരു ട്രാൻസാക്ഷൻസിനെയാണ് എന്ത് പറയുന്നത്, ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, which of the following items is characterized by the highest income elasticity of demand? ഓക്കെ, ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അതായത് ഇൻകമിന്റെ ചേഞ്ച് അനുസരിച്ചിട്ട് ആ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് എങ്ങനെ എത്രത്തോളം, ആ ക്വാണ്ടിറ്റി ഡിമാൻഡ് എത്രത്തോളം ചേഞ്ച് ആവുന്നുണ്ട് എന്നുള്ളതാണ്. കാറ് അതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. പിന്നെ അതിൽ വരുന്ന ഓപ്ഷൻസിൽ വരുന്ന മിൽക്ക്, പാഡി, ടൊബാക്കോ ഒക്കെയാണ്. അതൊന്നും നമ്മുടെ ഇൻകത്തിനനുസരിച്ചിട്ടുള്ള ഡിമാൻഡ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല. പക്ഷെ കാറിന് എന്ത് സംഭവിക്കുന്നുണ്ട് ആണല്ലേ, അതായത് ഹയർ ഇൻകം, അതായത് ഇപ്പം പാഡി, മിൽക്ക് അതിനെ വെച്ചൊക്കെ നോക്കുന്ന സമയത്ത് അത് എല്ലാവർക്കും എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ കാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻകം ലെവല് മാറുന്നതിനനുസരിച്ചിട്ട് അതിന്റെ ഡിമാൻഡും മാറിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് the intervention by the monetary authority of a country in the money market to keep the money supply stable against external shocks is called. അതായത് ഒരു രാജ്യത്തിന്റെ മോണിറ്ററി അതോറിറ്റി എന്ത് ചെയ്യും, മണി മാർക്കറ്റ്, അതായത് മണി മാർക്കറ്റിൽ ഇന്റർവെൻ ചെയ്യാണ്. മണി സപ്ലൈ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഷോക്കോ കാര്യങ്ങളോ പെട്ടെന്ന് എന്തെങ്കിലും ഒരു വിലക്കയറ്റമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിലും ഇവിടുത്തെ മണി സപ്ലൈ സ്റ്റേബിൾ ആവാനായിട്ട് മോണിറ്ററി അതോറിറ്റി, ഒരു രാജ്യത്തിന്റെ മോണിറ്ററി അതോറിറ്റി എടുക്കുന്ന ഇന്റർവെൻഷനെ നമ്മൾ എന്താ പറയുക, സ്റ്റെറിലൈസേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ത്രൂ ഒക്കെയാണ് ഈ ഒരു സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. ഒരു രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്ക്, ഇന്ത്യയിലാണെങ്കിൽ RBI ആണ് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് who authored the book Planned Economy for India in 1934? 1934 സർ എം വിശ്വേശ്വരയ്യ ആണ് എന്ത് ബുക്ക് എഴുതിയത്, പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ എന്നുള്ള ബുക്ക് എഴുതിയത്. ഓക്കെ, ഇന്ത്യയുടെ എക്കണോമിക് ഡെവലപ്മെന്റിനായിട്ടുള്ള ഒരു പ്ലാനഡ് അപ്രോച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബുക്കാണ് പ്ലാനഡ് എക്കോണമി ഫോർ ഇന്ത്യ. അത് എഴുതിയത് 1934 ഓക്കെ, which of the following is a limitation of a free market? ഒരു ഫ്രീ മാർക്കറ്റിന്റെ ലിമിറ്റേഷൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു എനിക്കതിന്റെ മലയാളം കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല, ആ ഒരു ലിമിറ്റേഷൻ എന്താണെന്ന് ചോദിച്ചാൽ അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ്. ഓക്കെ, ഫ്രീ മാർക്കറ്റ് എപ്പോഴും പ്രൊമോട്ട് ചെയ്യണത് എന്താണ്, എഫിഷ്യൻസിയും കൺസ്യൂമർ ചോയ്സും ആണ് അല്ലെ. നമുക്ക് എത്രത്തോളം കഴിവുണ്ടോ അത് നമുക്ക് അവിടെ പ്രദർശിപ്പിക്കാം, പക്ഷെ നമ്മുടെ കഴിവിനനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിന് ആവശ്യമാണെങ്കിൽ മാത്രമേ അവിടെ എന്ത് സംഭവിക്കുള്ളൂ, അവിടെ അത് എടുക്കുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് എന്ത് പറയുന്നത്, ഫ്രീ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതാണ് ഫ്രീ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതെന്ത് ചെയ്യും, ആ ഒരു റിസോഴ്സസ് പ്രോപ്പർ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻസ് നടക്കില്ല. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ ഒരുപാട് പേര് ഒരുപാട് പ്രോഡക്ട്സ് സ്വന്തം നിലയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, അതായത് ഹോം മെയ്ഡ് അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ ഹോം മെയ്ഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എന്താണ്, അതൊക്കെ ഒരു ഫ്രീ മാർക്കറ്റ് ആണ് അല്ലെ. നമ്മൾ പ്രത്യേകിച്ച് ഒരു സിസ്റ്റമോ സ്ട്രാറ്റജിയോ ഒന്നുമില്ലാത്ത ഫ്രീ മാർക്കറ്റ് അല്ലെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് ആണ്. അപ്പൊ അങ്ങനെ വരുന്ന ടൈമിൽ അങ്ങനത്തെ
ബിസിനസ്സുകൾ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ. അങ്ങനത്തെ ബിസിനസ്സുകൾ ചെയ്യുന്ന ആൾക്കാരിലേക്ക് അല്ലെങ്കിൽ ആൾക്കാര് അവർക്ക് എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ആണോ നടക്കുന്നത്? അല്ല. അവർക്ക് കിട്ടുന്ന ഇൻകം എല്ലാവർക്കും ഒരുപോലെയാണോ? അല്ല. ചിലരുടെ കയ്യിൽ പ്രോഡക്റ്റ് കൂടുതൽ ഉണ്ടാവും പക്ഷെ മാർക്കറ്റ് ഉണ്ടാവില്ല. ചിലരുടെ കയ്യിൽ പ്രോഡക്റ്റ് കുറവായിരിക്കും പക്ഷെ അവരുടെ പ്രോഡക്റ്റിന് എന്തായിരിക്കും? മാർക്കറ്റ് വലിയ രീതിയിൽ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ വരുന്ന ആ ഒരു ഇതാണ് ഫ്രീ മാർക്കറ്റിന്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് അത് എന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അടുത്തത്, with which of the following is the World Intellectual Property Organization related? WIPO, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുമായി റിലേറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. WIPO, വിപ്പോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ്. യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു UN-ന്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ്. അത് എന്താണ് ചെയ്യണത് എന്ന് ചോദിച്ചാൽ ലോകത്താകമാനമുള്ള ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാനാണ് വിപ്പോ അല്ലെങ്കിൽ വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് വിപ്പോ വർക്ക് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ അല്ലെ? അടുത്തത്, ദ റോബിൻഹുഡ് എഫക്ട് ഈസ് റിലേറ്റഡ് ടു. എന്താണ് റോബിൻഹുഡ് എഫക്ട്? റോബിൻഹുഡ് എന്ന് പറയുമ്പോൾ പൃഥ്വിരാജിന്റെ സിനിമ എന്ന് പറയരുത്. റോബിൻഹുഡ് എന്ന് പറഞ്ഞാല് ഉള്ളവനിൽ നിന്നും, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താ പറയുക, റോബ്ഡ് ഫ്രം ദ റിച്ച് ആൻഡ് ഗേവ് ടു ദ പുവർ. ഉള്ളവനിൽ നിന്നും മോഷ്ടിച്ചെടുത്ത് ഇല്ലാത്തവന് സപ്ലൈ ചെയ്യുക, അതാണ് റോബിൻഹുഡ് എന്ന് പറയുന്നത്. ഓക്കെ, റോബിൻഹുഡ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം റീഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇൻകം റീഡിസ്ട്രിബ്യൂഷനെ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ റോബിൻഹുഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റിച്ച് ഇപ്പം നല്ല പൈസയുള്ള ആൾക്കാരുടെ ഇൻകത്തിൽ നിന്നും ഒന്നുമില്ലാത്തവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക, അതിനെയാണ് ഇൻകം റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വേജ് സ്പൈറൽ ഈസ് എ കൺസെപ്റ്റ് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോവിങ്? വേജ് സ്പൈറൽ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷനുമായി റിലേറ്റ് ചെയ്ത് കിടക്കുന്ന കൺസെപ്റ്റ് ആണ്. അപ്പൊ വേജ് സ്പൈറൽ എന്താന്ന് നോക്കാം. അതായത് നമുക്ക് ഇപ്പം നമ്മുടെ വേജ് ഇൻക്രീസ് ചെയ്യാണ്. വേജ് ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? പ്രൊഡക്ഷൻ കോസ്റ്റ് ഇൻക്രീസ് ആവും. അത് പ്രൊഡക്ഷൻ കോസ്റ്റ് ഇൻക്രീസ് ആയാൽ അവിടെ എന്ത് സംഭവിക്കും? പ്രൈസ് ഇൻക്രീസ് ആവും അല്ലെ? അപ്പം പ്രൈസ് കൂടുന്നതിനനുസരിച്ച് പിന്നെയും എന്ത് സംഭവിക്കും? വേജ് പിന്നെയും വേജിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പം ഇത് പിന്നീട് എന്തിന് സംഭവിക്കും? കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷന് കാരണമാകും. ഓക്കെ, അപ്പൊ വേജ് സ്പൈറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വേജ് കൂട്ടി ചോദിക്കുകയാണ്. അപ്പൊ ഞാൻ ചെയ്യുന്ന ജോലിക്ക് ഞാൻ കൂലി കൂട്ടി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ കൂലി തരണം എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? അവരുടെ പ്രൊഡക്ഷന്റെ കോസ്റ്റ് കൂട്ടണം അല്ലെ? പ്രൊഡക്ഷൻ കോസ്റ്റ് കൂട്ടും. പ്രൊഡക്ഷൻ കൂട്ടുന്നതിനനുസരിച്ച് പ്രൊഡക്ഷന്റെ കോസ്റ്റ് കൂടും. പ്രൊഡക്ഷന്റെ കോസ്റ്റ് കൂടി പ്രൊഡക്ഷൻ പുറത്തേക്ക് പോകുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? അവിടെ ആ പ്രൊഡക്റ്റിന്റെ പ്രൈസ് കൂട്ടും. പ്രൈസ് കൂട്ടിയാൽ മാത്രമേ ഇവിടെ വേജ് കിട്ടുള്ളൂ അല്ലെ? അപ്പൊ പ്രൊഡക്ഷൻ കൂട്ടും, അപ്പൊ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടും. പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തുമ്പോൾ അവിടെ പ്രൈസ് കൂട്ടും. ആ പ്രൈസ് കൂട്ടി കഴിയുമ്പോൾ പിന്നെ സംഭവിക്കുന്ന എന്താണ്? ഈ വേജ് കൂട്ടി ചോദിച്ച എനിക്ക് തന്നെ ആ പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ പിന്നെയും എന്ത് സംഭവിക്കും? എനിക്ക് പിന്നെയും വേജ് കൂട്ടി ചോദിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇതെന്താണ്? ഇതൊരു സൈക്ലിക് പ്രോസസ് ആയിട്ട് നടക്കും. ഇത് എന്തിലേക്കാണ് എത്തുന്നത്? കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്നൊരു അവസ്ഥയിലേക്ക് എത്തിക്കും. ഓക്കെ, അപ്പൊ വേജ് സ്പൈറൽ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്? കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷനുമായി റിലേറ്റ് ചെയ്ത് ഇരിക്കുന്നതാണ്. At which level are central cooperative banks established in India? സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇന്ത്യയിലെ ഏത് ലെവലിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഡിസ്ട്രിക്ട് ലെവലിലാണ് ഉള്ളത്. ഓക്കെ, ഡിസ്ട്രിക്ട് ലെവലിലാണ് എന്തുള്ളത്? സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഉള്ളത്. പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സുമായിട്ടുള്ള ഒരു ലിങ്ക് ആയിട്ടാണ് എന്തുള്ളത്? സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. റൂറൽ ഏരിയാസിലേക്കുള്ള ക്രെഡിറ്റ് ഫ്ലോ ഒക്കെയാണ് ഇവരുടെ എന്തെന്ന് പറയുന്നത്? എയിം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കാണുന്ന കോപ്പറേറ്റീവ് ബാങ്ക്സ് തന്നെയാണ് ഈ പറയുന്നത്. Which of the following is correct about an equity fund? Equity fund, it invests primarily in stocks. Equity fund സ്റ്റോക്കിലാണ് എന്ത് ചെയ്യുന്നത്? ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇക്വിറ്റി ഫണ്ട് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് ആണ്. ഓക്കെ, സ്റ്റോക്ക് അല്ലെങ്കിൽ ഇക്വിറ്റീസിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവരെന്താണ് എയിം ചെയ്യണത്? ക്യാപിറ്റൽ ഒരു ലോങ് ടേമിലേക്ക് നമ്മൾ ക്യാപിറ്റൽ ഇട്ട് കൊടുത്തിട്ട് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഹൈ റിട്ടേൺസ് ആണ് എക്സ്പെക്ട് അല്ലെങ്കിൽ എയിം ചെയ്യുന്നത്. ഓക്കെ, അടുത്തത്, the term ലോറോ അക്കൗണ്ട് ഇൻ ബാങ്കിങ് refers to. ലോറോ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഡൊമസ്റ്റിക് ബാങ്കിൽ ഫോറിൻ ബാങ്ക്
ഫോറിൻ ബാങ്കിന്റെ അക്കൗണ്ട് ഉണ്ട്. ആ ഒരു അക്കൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോറോ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഒരു ഡൊമസ്റ്റിക് ബാങ്കിൽ എന്താണ് ഫോറിൻ ബാങ്കിന്റെ അക്കൗണ്ട് ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോറോ അക്കൗണ്ട് എന്ന് പറയുന്നത്. Which organization releases the World Economic Outlook Report? വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് റിപ്പോർട്ട് ആരാണ് റിലീസ് ചെയ്യുന്നത്? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF ആണ് റിലീസ് ചെയ്യുന്നത്. അതിനകത്ത് എന്താ ഉണ്ടാവുക? ഗ്ലോബൽ എക്കണോമിക് അനാലിസിസ്, ലോകത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക സ്ഥിതിയെ കുറിച്ചുള്ള അനലൈസേഷൻ ഉണ്ടാവും. ഇനി എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നുണ്ടാവും. അതുപോലെ എന്തൊക്കെ പോളിസീസ് ആണ് ഇനി നമ്മൾ മുന്നോട്ട് എടുക്കേണ്ടത്, കരുതിയിരിക്കേണ്ടത് എന്നുള്ള റെക്കമെൻഡേഷൻസും കാര്യങ്ങളും ഒക്കെ എന്തിലുണ്ടാവും? ഈ വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് റിപ്പോർട്ടിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത്, what does the term stagflation refers to? stagflation എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ ഇൻഫ്ലേഷനും ഹൈ അൺഎംപ്ലോയ്മെന്റും ഒരുമിച്ച് വരുന്നതിനെയാണ് stagflation എന്ന് പറയുന്നത്. അതൊരു എക്കണോമിക് സിറ്റുവേഷൻ ആണ്. അതായത് ഇൻഫ്ലേഷൻ കൂടുതലാണ്, സാമ്പത്തിക മാന്ദ്യത അല്ലെങ്കിൽ പ്രോഡക്ട്സിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ കൂടിയിരിക്കുന്ന അതേ സമയത്ത് തന്നെ എക്കണോമിക് ഗ്രോത്ത് പതിയെ ആവുകയാണ്, അൺഎംപ്ലോയ്മെന്റ് എന്താവും? കൂടുകയും ചെയ്യും. ഓക്കെ, ജോലിയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എക്കോണമി നീങ്ങുകയും ചെയ്യുന്ന ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത്. അത് എന്താണ്? നമുക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഡിഫിക്കൽട്ട് ആണ് അല്ലെ? അപ്പൊ എന്താണ് നമുക്ക് സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷനും കൂടുതലായിരിക്കും, അൺഎംപ്ലോയ്മെന്റും കൂടുതലായിരിക്കും. Which is the largest contributor to India's GDP? ഇന്ത്യയിലെ GDP-യിലേക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സർവീസസ് ആണ്. നമ്മളത് നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അഗൈൻ കയറി വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. The term blue economy refers to. Blue economy എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നമ്മുടെ സാമ്പത്തിക വളർച്ചയ്ക്കായിട്ട് സ്ഥിരമായിട്ട് നമ്മൾ ഓഷ്യൻ റിസോഴ്സസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്ലൂ എക്കോണമി എന്ന് പറയുന്നത്. അത് എന്തൊക്കെ ഇൻക്ലൂഡ് ആണ്? ഫിഷറീസ്, അതുപോലെ ഓഫ് ഷോർ എനർജി, മറൈൻ ബയോടെക്നോളജി, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സസ്റ്റെയിൻ ആയിട്ട് നമ്മൾ സ്റ്റേബിൾ ആയിട്ട് യൂസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്ലൂ എക്കോണമി എന്ന് പറയുന്നത്. The Phillips curve explains the relationship between. Phillips curve എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും തമ്മിലുള്ള ഒരു ഇൻവേഴ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഫിലിപ്സ് കർവ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ലോവർ അൺഎംപ്ലോയ്മെന്റ് എപ്പോഴും എന്താണ്? ഹയർ ഇൻഫ്ലേഷന് കാരണമാവും, തിരിച്ചും കാരണമാവും. ഓക്കെ, അപ്പം ഫിലിപ്സ് കർവ് എന്താണ് റെപ്രസെന്റ് ചെയ്യണത്? ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും. അതായത് ഇൻഫ്ലേഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അൺഎംപ്ലോയ്മെന്റ് എന്നാണ് ഫിലിപ്സ് കർവ് എക്സ്പ്ലെയിൻ ചെയ്യണത്. The term twin deficit refers to. Twin deficit എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഡെഫിസിറ്റും ട്രേഡ് ഡെഫിസിറ്റും ഒരുപോലെ വരുന്നതിനെയാണ് ട്വിൻ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അറിയാം അല്ലെ, ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റ് അവരുടെ റവന്യൂവിനേക്കാൾ കൂടുതലായിട്ട് എക്സ്പെൻഡിച്ചർ എക്സീഡ് ചെയ്യുന്നതാണ് ഫിസിക്കൽ ഡെഫിസിറ്റ്. ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പോർട്ടിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ട് ഉണ്ടാവുന്നതാണ് ട്രേഡ് ഡെഫിസിറ്റ്. അപ്പൊ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുന്നതിനെയാണ് ട്വിൻ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഇത് എന്തിന് കാരണമാവും? എക്കണോമിക് ഇൻസ്റ്റബിലിറ്റിക്ക് കാരണമാവും, സാമ്പത്തിക സ്ഥിരത ഇല്ലായ്മയ്ക്ക് കാരണമാവുന്ന ഒരു കാര്യമാണ് ട്വിൻ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, which organization calculates India's GDP? നമ്മൾ നേരത്തെ പറഞ്ഞു സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് അല്ലെങ്കിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് ആണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണത്? ഇന്ത്യയുടെ GDP കാൽക്കുലേറ്റ് ചെയ്യണത്. അത് എന്തിന്റെ അണ്ടറിലാണ് വരുന്നത്? മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷന്റെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, അടുത്തത്, which economic term refers to the percentage of people in the labor force who are unemployed and actively seeking employment? Okay, അപ്പോൾ നമുക്ക് ഇപ്പം ലേബർ ഫോഴ്സിൽ ജോലി ഇല്ലാത്തവരുടെയും അല്ലെങ്കിൽ നമ്മൾ എംപ്ലോയ്മെന്റ് ആക്റ്റീവായിട്ട് എംപ്ലോയ്മെന്റ് ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ആ ഒരു പെർസെൻറ്റേജിനെ നമ്മൾ എന്താ പറയുക? അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്നാണ് പറയുക അല്ലെ? ജോലി അന്വേഷിക്കുന്നവര് എന്ന് പറഞ്ഞാൽ എന്താണ്? ജോലി ഇല്ലാത്തവരാണ്. അൺഎംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജോലി ഇല്ലാത്തവർ തന്നെയാണ്. ഇവരുടെ രണ്ടുപേരുടെയും പെർസെൻറ്റേജിനെ നമുക്ക് എന്തായിട്ട് പറയാം? ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന്റെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, which of the following taxes is an example of a direct tax? Direct tax നമ്മൾ നേരത്തെ പറഞ്ഞു, കോർപ്പറേറ്റ് ടാക്സും ഇൻകം ടാക്സും ആണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റിലേക്ക് കൊടുക്കുന്നത്. ബാക്കിയെല്ലാം എന്തിന്റെ അണ്ടറിലാണ് ഇപ്പൊ വരുന്നത്? GST യുടെ അണ്ടറിലാണ് വരുന്നത്.
Okay. What is the primary objective of the Pradhan Mantri Mudra Yojana? PMMY, Pradhan Mantri Mudra Yojana. അവരുടെ പ്രധാനമായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണ്? പ്രൊവൈഡ് ഈസി ക്രെഡിറ്റ് ടു സ്മോൾ ബിസിനസ്സസ് ആൻഡ് സ്റ്റാർട്ടപ്സ്. ചെറുകിട വ്യവസായങ്ങൾക്കും അതുപോലെ സ്റ്റാർട്ടപ്പുകൾക്കും ഒക്കെ പെട്ടെന്ന് തന്നെ ലോൺ കൊടുക്കുക അല്ലെങ്കിൽ ക്രെഡിറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. എത്ര വരെയാണ്? 10 lakhs വരെയുള്ള ലോൺ കൊടുക്കുക എന്നുള്ളതാണ് പ്രധാൻ മന്ത്രി മുദ്ര യോജനയുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്, which of the following is not an economic function of the Reserve Bank of India? ഗവൺമെന്റ് പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ RBIക്ക് ഒരു രീതിയിലുള്ള പങ്കുമില്ല. RBI എന്തൊക്കെയാ ചെയ്യുന്നത്? മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് RBI ചെയ്യുന്നത്. ഓക്കെ, what is repo rate in monetary policy? monetary പോളിസിയിലെ repo rate നമ്മൾ നേരത്തെ പറഞ്ഞു, കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് RBI പൈസ കൊടുക്കുമ്പോൾ ആ ഒരു റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? repo rate എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എക്കണോമിക്സിൽ പറഞ്ഞപ്പോൾ തന്നെ ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ പോർഷൻസും കവർ ചെയ്തിട്ടുണ്ട്. എക്കണോമിന്ന് വരാൻ ചാൻസ് ഉള്ള ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യൂണിയൻ ബഡ്ജറ്റിന്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ലെക്ചർ നോട്ട്സ് എന്തെങ്കിലും കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് അതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ഇതൊന്ന് കറക്റ്റ് ആയിട്ട് നോട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ തന്നെ എക്കണോമിയുടെ നല്ലൊരു നോട്ട് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടി എന്ന് എനിക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റും. ഇതിൽ നിന്ന് തന്നെ ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി എന്ത് വരിക? എക്കണോമി എന്നുള്ള ക്വസ്റ്റ്യൻസ് RRBക്ക് ആണെങ്കിലും SSCക്ക് ആണെങ്കിലും എക്സാംസിന് വരാൻ ചാൻസ് ഉള്ളത്. പിന്നെ വരാനുള്ളത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്കോണമി ക്വസ്റ്റ്യൻസ് ആണ്. അത് നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ പോർഷനിൽ എന്തായാലും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് എന്താണ് NTPCയുടെ റിവിഷൻ സീരീസുമായിട്ട് ഇനിയും കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട്. അതുവരേക്കും താങ്ക് യു.